നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. വാഹനത്തിന് അലോയ് വീൽ ഇടുന്നതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഞാൻ ഇതിനെക്കുറിച്ചൊരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അലോയ് വീൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇൻഷുറൻസ് ക്ലെയിമിലൊക്കെ വിഷയം വരും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിരിക്കുന്ന ചോദ്യമാണ്. ലിൻറ്റു മാത്യു എന്നാണ് സബ്സ്ക്രൈബറുടെ പേര്. ചോദ്യം ഇങ്ങനെയാണ്: അലോയ് വീലിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യാമോ? ഷുവറായിട്ടും. ആഫ്റ്റർ മാർക്കറ്റ് അലോയ് വീൽസ് ചെയ്താൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? വാറണ്ടി കട്ടാകുമോ? യെസ്, 3 ക്വസ്റ്റ്യൻസ് ഉണ്ട് ഇതിനകത്ത്. അലോയ് വീലിനെ കുറിച്ചൊരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര് ചെയ്തിട്ടുണ്ട്. ഞാനായിട്ട് എനിക്കിപ്പോൾ അല്ലെങ്കിൽ ഒരു കടയിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ വേണമെങ്കിൽ നോക്കി ചെയ്യാൻ സാധിക്കുന്നൊരു കാര്യമാണ്. വീട്ടിൽ നിന്ന് ചെയ്യാൻ സാധിക്കുന്നൊരു കാര്യമല്ല. എന്നാലും ഞാൻ പറയാം, അലോയ് വീൽ നിങ്ങൾ ഇടാൻ ഉദ്ദേശിക്കുന്നൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വാഹനത്തിൻ്റെ സെയിം സൈസ് തന്നെ അലോയ് ഇടുന്നതാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. കാരണം നാളെ ഒരു സമയത്ത് ഒരു വാറണ്ടി എന്ന് ഉദ്ദേശിക്കുന്ന എന്തെങ്കിലും രീതിക്ക് വാഹനം ആക്സിഡൻ്റ് ആവുക കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വാഹനത്തിൻ്റെ ടയർ അപ്സൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ടയർ അത് വിത്ത് അലോയ് ആണ് ഞാൻ ഉദ്ദേശിച്ചത്, അപ്സൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വാറണ്ടി ക്ലെയിം കിട്ടാനൊക്കെ സാധ്യത വളരെ കുറവാണ്. കുറവെന്ന് പറഞ്ഞാൽ കിട്ടത്തില്ലെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ കുറവാണ്. അത് ഞാൻ എടുത്ത് തന്നെ പറയുകയാണ്. പിന്നെ ഏതെങ്കിലും രീതിക്ക് വാറണ്ടി പ്രശ്നങ്ങളിലോട്ട് നമുക്ക് വരാം. വാറണ്ടി ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വാഹനത്തിൻ്റെ സസ്പെൻഷൻ, വീൽ ബെയറിങ് കാര്യങ്ങൾക്കെല്ലാം നമുക്ക് വാറണ്ടി കിട്ടുന്നതാണ്. എന്നാൽ അതേ സ്ഥാനത്ത് നമ്മൾ വാഹനം എടുത്തതിന് ശേഷം അലോയ് ഇടുന്ന സെയിം സൈസ്, ഇപ്പോൾ എൻ്റെ ഈ വാഹനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 14 ഇഞ്ചാണ് ഈ വാഹനത്തിൻ്റെ വീലിൻ്റെ സൈസ് വരുന്നത്. 14 ഇഞ്ചിൻ്റെ ഒരു അലോയ് ഞാൻ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഷുവറായിട്ടും ഈ വാഹനത്തിൻ്റെ വാറണ്ടി കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ വാറണ്ടി എന്ത് ബേസിലാണ് കൊടുക്കുന്നത്? വാറണ്ടി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ വാഹനത്തിൻ്റെ സ്റ്റോക്ക് ടയേഴ്സ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അലോയ്ക്ക് മാത്രം വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് വാറണ്ടി കിട്ടും. പക്ഷേ എങ്ങനെയാണ് വാറണ്ടി അപ്സൈസ് ചെയ്ത് കഴിഞ്ഞാൽ കട്ടാകുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഞാനൊന്ന് പറഞ്ഞുതരാം. 14 ഇഞ്ചുള്ളൊരു സ്ഥാനത്ത് 15 ഇഞ്ചിൻ്റെ ടയറും 15 ഇഞ്ചിൻ്റെ അലോയും കൂടെ യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും വാഹനത്തിൻ്റെ നോർമലായിട്ട് എടുക്കുന്ന കഴിഞ്ഞും കൂടുതൽ വെയിറ്റ് നമ്മുടെ വാഹനത്തിന് ഉണ്ടാകുന്നുണ്ട്. അന്നേരം ഫോഴ്സ് കൂടുതൽ വരുന്നുണ്ട്. നമ്മൾ നോർമൽ ഒരു ഗട്ടറൊക്കെ ചാടുന്ന സമയത്ത്, ഒരു അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ വരുന്ന സമയത്ത് ആ ഒരു ഫോഴ്സ് ഈ സസ്പെൻഷൻ വഴി നമ്മുടെ ലോവർ ആം, സ്റ്റെബിലൈസർ ബാറിൻ്റെ ബുഷ്, ഈ കാര്യങ്ങളെല്ലാം എടുക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് കമ്പാരിറ്റീവ്ലി നോർമലിനെ കഴിഞ്ഞും കൂടുതൽ വെയിറ്റ് ആണ് ചെല്ലുന്നത്. അത്രയും ഫോഴ്സും കൂടെ വരുന്ന സമയത്താണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം, ഷോക്ക്, ലോവർ ആം, സസ്പെൻഷൻ്റെ ബുഷുകൾ, സ്റ്റെബിലൈസർ ബാറിൻ്റെ ബുഷ്, സ്റ്റെബിലൈസർ ബാർ, ഈ കാര്യങ്ങൾക്കെല്ലാം പ്രശ്നം വരുന്നത് വെയിറ്റ് പിന്നെയും കൂടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ഒരു വെയിറ്റ് കൂടുതൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ, ഇൻ കേസ് ഇപ്പോൾ ലോവർ ആമിന് കമ്പനിയായിട്ട് തന്നെ വന്നിട്ട് ഒരു കംപ്ലയിൻറ്റ് വന്നതാണെങ്കിൽ പോലും നിങ്ങൾക്കത് വാറണ്ടി മാറി കിട്ടത്തില്ല. പണ്ടൊക്കെ ആകുമ്പോൾ നടക്കുമായിരുന്നു, ഇപ്പോൾ അത് നടക്കത്തില്ല. ഇപ്പോൾ ഒരുപാട് സ്ട്രിക്റ്റ് ആയിട്ടുണ്ട്. ഫോട്ടോസും കാര്യങ്ങളെല്ലാം അപ്ലോഡ് ചെയ്ത് മാത്രമേ ഇപ്പം നമുക്ക് വാറണ്ടി ക്ലെയിം ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു കാരണവശാലും നമുക്ക് വാറണ്ടി കിട്ടത്തില്ല. വാറണ്ടി റിജക്റ്റ് ആയിപ്പോൾ നമ്മൾ അപ്സൈസ് ടയറോ കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ. അപ്പം കുറച്ച് പേർക്കെങ്കിലും സംശയം തോന്നുമായിരിക്കും, വാറണ്ടി കഴിഞ്ഞാൽ പിന്നെ ചെയ്യാൻ പറ്റും. 100% അത് പിന്നെ നിങ്ങളുടെ ഇഷ്ടമാണ്. വാറണ്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യാൻ സാധിക്കും. പക്ഷേ ഇപ്പോഴത്തെ പുതിയ മോഡൽ വാഹനങ്ങൾ എടുക്കുന്ന, അല്ലെങ്കിൽ പുതിയ വാഹനങ്ങൾ എടുക്കുന്ന ഓരോ കസ്റ്റമേഴ്സിനോടും അല്ലെങ്കിൽ ഓരോ വ്യക്തികളോടും എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ: വാഹനത്തിൽ നമ്മൾ അപ്സൈസ് ചെയ്യുകയാണെങ്കിൽ തന്നെ കറക്റ്റ് അതിൻ്റെ സെയിം രീതിക്കുള്ള ഒരു അപ്ഗ്രഡേഷൻ മാത്രം ചെയ്യാൻ ശ്രമിക്കുക. ഒരുപാട് കൂടുതൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വാറണ്ടിയിൽ കാര്യങ്ങളൊക്കെ ബാധിക്കുന്നതാണ്. നല്ല വിലയുള്ള പാർട്സുകൾ നമ്മൾ കയ്യിൽ നിന്ന് കാശ് കൊടുത്ത് മേടിക്കേണ്ടി വരും. വാറണ്ടി ഉണ്ടെങ്കിൽ പോലും നമുക്കത് റിജക്റ്റ് ആകുന്നതായിരിക്കും. അതുകൊണ്ട് കഴിവതും നിങ്ങളൊരു അലോയ് വീലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതുപോലൊരു അപ്ഗ്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ സെയിം സൈസിനുള്ളത് തന്നെ ഇടാൻ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ ഒരു കാരണം ാലും കുഴപ്പം വരുന്നതായിരിക്കത്തില്ല. ഇതിനകത്ത് ഒരു കാര്യം കൂടെ ഉണ്ടായിരുന്നു: ആഫ്റ്റർ മാർക്കറ്റ് അലോയ് ചെയ്താൽ കുഴപ്പമുണ്ടോ എന്ന്. ശരിക്കും പറഞ്ഞാൽ ആഫ്റ്റർ മാർക്കറ്റ് അലോയ് ഞാൻ ഈ പറഞ്ഞ പോലെ സെയിം സൈസ് ആണെങ്കിൽ പ്രശ്നമില്ല. പിന്നെ ഇൻഷുറൻസ് ക്ലെയിം വരുന്ന സമയത്ത് നമുക്ക് ഈ ആഫ്റ്റർ മാർക്കറ്റ് അലോയ് പാസ്സാകത്തില്ല. നമുക്ക് നോർമൽ റിമ്മ് മാത്രമേ പാസ്സാകത്തുള്ളൂ. ഇൻ കേസ് നമ്മുടെ വാഹനം, അതായത് ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണ്, ഒരു സ്വിഫ്റ്റ് വാഹനം ZXi അല്ലെങ്കിൽ ZXi പ്ലസ്, ഈ 2 മോഡൽസിനും നമുക്ക് അലോയ് വരുന്നതാണ്. ഇതിലേതെങ്കിലും രീതിക്ക് വാഹനം ഇടിച്ച് ഈ അലോയ് പൊട്ടുകയോ സ്ക്രാച്ചോ വന്നെന്ന് വെച്ചോ, പൊട്ടിയില്ല, സ്ക്രാച്ച് മാത്രം വന്നുള്ളൂ, നമുക്ക് ഇൻഷുറൻസ് ക്ലെയിമിൽ അത് മാറ്റിയെടുക്കാൻ സാധിക്കും. എന്നാൽ അതേ സ്ഥാനത്ത് മാറ്റിയെടുക്കുക എന്ന് പറഞ്ഞാൽ ആ ഒരെണ്ണം മാത്രം, ഇനിയിപ്പോൾ 2 സൈഡാണ് വന്നിരിക്കുന്നതെങ്കിൽ 2 സൈഡും മാറ്റിയെടുക്കാൻ സാധിക്കും. പക്ഷേ ഒരു ആഫ്റ്റർ മാർക്കറ്റ് അലോയ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പീസായിട്ട് ചിലപ്പോൾ മേടിക്കാൻ പോലും കിട്ടത്തില്ല. അതൊരു വൻ നഷ്ടത്തിലോട്ട് പോകും. കാരണം ഒരെണ്ണം പൊട്ടിപ്പോയി അല്ലെങ്കിൽ ഒരെണ്ണത്തിന് നല്ല രീതിക്ക് സ്ക്രാച്ച് വന്നു, ചിലപ്പോൾ ആ മോഡൽ മേടിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ അത് കിട്ടത്തില്ല. ഒരുപാട് കസ്റ്റമർ എന്നോട് പരാതി പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, സെയിം മോഡൽ ഇപ്പോൾ കിട്ടാനില്ല. അപ്പോൾ ഇങ്ങനെ വരുന്നൊരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ കമ്പനി അലോയ് തന്നെ ഇടാൻ ശ്രമിക്കുക. കമ്പനി അലോയ്സ് വരുന്ന സമയത്ത് ഇൻഷുറൻസ് വരെ നമുക്കത് ക്ലെയിം ചെയ്യാനും സാധിക്കും. ഒരെണ്ണം പോയിട്ടുണ്ടെങ്കിൽ ആ ഒരെണ്ണം വിത്ത് പാർട്ട് നമ്പറിൽ നമുക്ക് ഓർഡർ ചെയ്ത് മാറ്റാനും സാധിക്കും. അതുകൊണ്ട് ഏറ്റവും നല്ലത് കമ്പനി അലോയ് തന്നെയാണെന്ന് ഞാൻ പറയും.